ഈ നടന്ന സമ്മർ നമ്മുടെ റോമൻ റെയിൻസ് റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. മെയിൻ ഇവന്റിൽ നമ്മുടെ സോളോ സിക്കോവിനെ അറ്റാക്ക് ചെയ്ത് കോഡി റോഡ്സിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ സഹായിച്ചിട്ട് നമ്മുടെ റോമൻ റെയിൻസ് റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. നമ്മളപ്പോൾ അതിൻ്റെ ഒരു റീസൺ ആണ് നോക്കുന്നത്. എന്തിനാണ് നമ്മുടെ റോമൻ റെയിൻസ് തിരിച്ചു വന്നത്, ഇനി എന്താണ് അങ്ങേയറ്റ പ്ലാൻ മുന്നോട്ട് പോകുമ്പോൾ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ പോയിന്റ് വരുന്നത് ത്രിബിളച്ചാണ്. ത്രിബിളച്ച് വിൻസ് മിക്മാനെ വെച്ച് നോക്കുമ്പോൾ ബുക്കിംഗ് എന്ന് പറയുന്നത് ഏകദേശമൊക്കെ ഒരു വർഷമൊക്കെ നീണ്ടു നിന്നിട്ടാണ് ഒരു സ്റ്റോറിയൊക്കെ ആള് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈവൻ തന്നെ ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി എടുത്താലും ഒരു 2-3 വർഷം കൂടെ ബിൽഡ് ചെയ്തെടുത്തത്. ഇപ്പോൾ ജഡ്ജ്മെൻ്റ് ആണെങ്കിലും ഒരു 3 വർഷമൊക്കെ എടുത്തിട്ടാണ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. സോ ട്രിപ്പിൾ ബുക്കിംഗ് അങ്ങനെയാണ്. സോ നമ്മുടെ റോമൻ റെയിൻസിൻ്റെ റസൽമേനിയയ്ക്ക് ഇപ്പോഴല്ല, റസൽമേനിയയ്ക്ക് ഒരു മാച്ചിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ തന്നെ റിട്ടേൺ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു റോക്കായിട്ടോ അല്ലെങ്കിൽ കോഡി റോഡ്സ് തന്നെയായിട്ട് ഒരു റീമാച്ചോ അല്ലെങ്കിൽ സോളോ ആയിട്ടോ ഒരു മാച്ച് നമുക്ക് റസൽമേനിയയിൽ കാണാൻ സാധിക്കും. എനിക്ക് കൂടുതലും തോന്നുന്നത് റോക്ക് അല്ലെങ്കിൽ കോഡിനെ ആയിരിക്കും. കൂടുതലും റോക്കായിട്ടായിരിക്കും ഒരു മാച്ചിൻ്റെ സാധ്യത, അല്ലെങ്കിൽ ബ്ലഡ് ലൈൻ വേഴ്സസ് OG ബ്ലഡ് ലൈൻ എന്നുള്ളൊരു തരത്തിലുള്ളൊരു മാച്ചായിരിക്കും. പിന്നത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ റോമൻ റെയിൻസിനെ പഴയ പോലെ ഒരു ബേബി ഫേസ് ആക്കാൻ വേണ്ടിയിട്ട് പണ്ട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങേര് ഒരു ഗുഡ് ഹീറോ ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഈവൻ നമ്മുടെ ബിഗ് ഡോഗ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആളുകൾക്ക് നമ്മുടെ റോമൻ റെയിൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ V1 റോമൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചാൻസ് ഒക്കെ നമുക്ക് റോയിലും സ്മാക്ഡൗണിലൊക്കെ കേൾക്കാം. സോ ഇപ്പോൾ റോസ്റ്ററിൽ ഒരു ബേബി ഫേസിൻ്റെ കുറവുണ്ട്. നമ്മുടെ LA നൈറ്റും കോഡി റോഡ്സും ഉണ്ട് സ്മാക്ക് ഡൗണിൽ. എന്നാലും കുറച്ചും കൂടി ഒരു ഓവറായിട്ടുള്ള ഒരു ബേബി ഫേസ് എന്ന് പറയുമ്പോൾ അത് റോമൻ റൈൻസിൻ്റെ ആയിരിക്കും. അത് സ്മാക്ക് ഡൗണിൽ മാത്രമായിരിക്കില്ല. റോമൻ റൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, റോമൻ റൈൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ WWE എന്ന് പറഞ്ഞാൽ ഒരു കിങ് പോലെ തന്നെയാണ്. സോ ആള് ബേബി ഫേസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് മൊത്തം WWE തന്നെ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതോട് പറഞ്ഞു വരുന്നത് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റേറ്റിംഗ് ആണ്. റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ റോമൻ റെയിൻസിനെ കടത്താൻ ആരുമില്ല. അത് ഈവൻ കോഡി റോഡ്സിനും പറ്റില്ല, സോളോ സിക്കോയ്ക്കും പറ്റില്ല. അവർ തമ്മിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്നും ഒരു വിധത്തിലും പോകണ്ടായിരുന്നില്ല മുന്നോട്ട്. സ്മാക്ഡൗൺ റേറ്റിംഗ് റോ പിന്നെയും കുറച്ചും കൂടി മുന്നോട്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് റോയിൽ CM Punk ഉണ്ടായിരുന്നു, സെത്ത് റോളൻസ് ഉണ്ടായിരുന്നു. പക്ഷേ സ്മാക്ഡൗൺ വരുമ്പോൾ കോഡിയും സോളോ ആയിരുന്നു. പിന്നെ റാൻഡി ഓർട്ടൺ ഉണ്ട്. എന്നാലും നമ്മുടെ റോമൻ്റെ അത്രയും ഒരു റേറ്റിംഗ് വരാനുള്ള കഴിവൊന്നും അവർക്കില്ല. സോ ഇപ്പോൾ റോമൻ റിട്ടേൺ ചെയ്യുന്നത് അതിനും ഒരു കാരണം തന്നെയാണ്. കാരണം റോമൻ റെയിൻസ് ഉണ്ടെങ്കിൽ റേറ്റിംഗ് ഒക്കെ ഒരുപാട് വർദ്ധിക്കാനും പിന്നെ ഷോ നല്ല രീതിയിൽ റൺ ചെയ്യാനും സാധിക്കും. സോ അതുകൊണ്ട് കൂടിയായിരിക്കാം ചിലപ്പോൾ നമ്മൾ എത്ര വിളിച്ച് റിട്ടേൺ ചെയ്യിപ്പിച്ചത് നമ്മുടെ റോമനെ. പിന്നെ ഇന്ന് നടന്ന നമ്മുടെ SummerSlamമിൽ നമ്മുടെ ജഡ്ജ്മെൻ്റ് ഒരു ബ്രേക്കപ്പ് നമ്മൾ കണ്ടു. ഞാൻ അതിനെപ്പറ്റി ഒരു പ്രഡിക്ഷൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ ഇത് കാണാം. ഇപ്പോൾ അതുപോലെ കറക്റ്റ് നടന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് റോയിൽ കുറച്ചും കൂടി അത് മുന്നോട്ട് പോകുന്നത് തോന്നുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായ മാച്ച് ഏതാണ് SummerSlamമിൽ എന്നുള്ള അടിയിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.